എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജകീയ പ്രൗഢിയിലുള്ള ഒരു അടിപൊളി പാലസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പാല ടൗണിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പാല തൊടുപുഴ ഹൈവേയിൽ നിന്ന് 400 മീറ്റർ മാത്രം മാറി ബൈബസ് റോഡ് സൈഡിരിക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടി 18.6 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 3100 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. ഒറ്റ നിലയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടിന് വിശാലമായ അകത്തളങ്ങളാണുള്ളത്. മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന വീടാണ്. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, കൂടാതെ ഒരു സർവൻ ടോയ്ലറ്റും ഒരു റൂമുമുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 3 ഹാളുകളാണ്. കൂടാതെ തേക്കിൻതടിയിൽ പണികഴിച്ചിരിക്കുന്ന പാർട്ടീഷനുകളും കബോർഡുകളുമാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. അതിമനോഹരമായ ഇന്റീരിയറാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. അത് ക്ലാസിക് ലുക്കിലുള്ള ഇന്റീരിയറാണ്. തേക്കിൻതടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഫ്ലോറിങ്ങും ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്ന കിടിലം പ്രോപ്പർട്ടി. മുറ്റമൊക്കെ നാച്ചുറൽ സ്റ്റോണൊക്കെ വിരിച്ച് മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. കിണർ പോലെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ വീട്. ചോദിക്കുന്ന വില 1,80,00,000 രൂപയാണ്. പാല ടൗണിൽ നിന്ന് കഷ്ടിച്ച് 3.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ ഏരിയയാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത നല്ലൊരു ഏരിയ. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എന്നിവയൊക്കെ വളരെ അടുത്തുണ്ട്. ആരാധനാലയങ്ങളെല്ലാം അടുത്തുണ്ട്. ബസ്സുകൾ ഓടുന്ന റോഡിന്റെ ഫ്രണ്ടേജ് ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. മനോഹരമായ ഒരു പാലസ് പോലെയുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതും നല്ല വീതിയേറിയ ബസ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റോഡ് ഫ്രണ്ടേജിൽ 18.5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 3100 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. വീടിൻ്റെ 3 സൈഡിലും റോഡാണ്. 2 സൈഡുകളിൽ പ്രൈവറ്റ് റോഡ് കടന്നു പോകുന്നു. മുന്നിൽ വീതിയേറിയ PWD റോഡ് വന്നിരിക്കുന്നു. നല്ല വീതിയേറിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈഡിലൊരു ചെറിയ വാതിൽ കൂടി കൊടുത്തിരിക്കുന്നു. മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒറ്റ നല്ല വീടാണിത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പതിപ്പിച്ചിരിക്കുന്നു. നല്ല വിശാലമായ മുറ്റമാണ്. ഒരു 8-10 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് വീടിൻ്റെ മുറ്റത്തിനുള്ളത്. ഈ ഒരു സൈഡിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളും പുൽത്തകടിയൊക്കെ കൊടുത്തിരിക്കുന്നു. വലിയൊരു കായ്ക്കുന്ന തെങ്ങ് നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്. മുറ്റത്തെ നാച്ചുറൽ സ്റ്റോണിൻ്റെ പോളിഷിങ്ങും അതുപോലെ ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകൾ മാത്രമാണ് ഇനി പെൻഡിങ് ഉള്ളത്. ധാരാളം തേങ്ങയുള്ള ഒരു തെങ്ങ് തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ട്. നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണിത്. ഈ വീടിൻ്റെ തടികൾ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കിണർ വന്നിരിക്കുന്നു. കിണർ നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ്. ഈ ഒരു സൈഡിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. RC പള്ളിയിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഒരു 700 മീറ്ററിൽ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടടുത്ത ജംഗ്ഷനിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കടകളെല്ലാം ഉണ്ട്. പാല ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും പ്രവിത്താനം ടൗണിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. സിറ്റ് ഔട്ടിൻ്റെ ഭിത്തിയിലൊക്കെ നല്ല പാനൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിൽ ഈ ഭാഗത്ത് വന്നിരിക്കുന്നു. പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല വലിയ ജനലുകളാണ്. അതുപോലെ തന്നെ നല്ല ഡിസൈനിങ് വർക്കുകൾ ഇവരെല്ലാം കാണാൻ പറ്റും. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. മനോഹരമായ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല വിശാലമായ ഹാളാണ്. അതുപോലെ വലിയൊരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കാണാം. പാർട്ടീഷൻ വർക്കുകൾ മുഴുവൻ തേക്കിലാണ്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. BLDC ഫാനുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയേറിയ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു. ഫാനുകളും ലൈറ്റുകളും എല്ലാം നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായ അകത്തളങ്ങളാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത നമ്മുടെ വിശാലമായ ഹാളാണിത്. നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിൽ നല്ല ക്ലാഡിങ്, മുകൾ ഭാഗത്തൊരു പർഗോള കൊടുത്ത് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. താഴെ ഭാഗത്ത് പെബിൾസ് കൂടി കൊടുത്തിരിക്കുന്നു. 2 ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്തായി വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ, നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു സ്പേസ്. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ പാർട്ടീഷൻ എല്ലാം തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ലക്ഷറി ലുക്കാണ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും കടന്നു വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. വലിയ ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു ഐവറി ഷെയ്ഡുള്ള ടൈൽസ് കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കാണാം.
ഇതെല്ലാം നല്ല കലാപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഷെൽഫുകളൊക്കെയാണ്. തേക്കിൻ തടിയിലാണ് ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോറ് കൊടുത്തിരിക്കുന്നു. അത് പുറത്തൊരു സിറ്റ് ഔട്ടിലേക്ക് ആണ് തുറക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്കൊരു സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതും തേക്കിൻ തടിയുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. വലിയൊരു മിററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഇതിന് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാസിക് ആൻഡ് എലഗൻറ്റ് എന്ന് പറയാവുന്ന സ്റ്റൈലിലുള്ള മനോഹരമായ ഇൻറ്റീരിയറാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം. 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. എല്ലാ ബെഡ്റൂമുകളിലും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇവിടെ നല്ല വലിയൊരു വാർഡ്രോബ് നൽകിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വാർഡ്രോബുകളാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന 3 ഡോറുള്ള വലിയൊരു വാർഡ്രോബ് കാണാം. ഈ കോർണറായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഓഫീസ് ടേബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിംഗ് ഏരിയയിൽ മിററോട് കൂടിയ വലിയ കബോർഡ് കൂടി നൽകിയിട്ടുണ്ട്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ്. സിംഗിൾ പീസ് ക്ലോസറ്റുകൾ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭിത്തി മുഴുവൻ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ അടിവശത്ത് ഒരു ചെറിയ കബോർഡ് ബോക്സുകൾ കൂടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡിൻ്റെ ഉൾവശം. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമുകളുടെ എല്ലാം ഡോറുകൾ തേക്കിൻ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ തേക്കിൻ തടിയാണ്. കബോർഡ് വർക്കുകളും പാർട്ടീഷൻ വർക്കുകളും ഡോറുകളും ജനലുകളും എല്ലാം തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 4 ഡോറുള്ള വലിയ വാർഡ്രോബ് കാണാൻ പറ്റും. ചേർന്നൊരു സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിംഗ് ഏരിയയിലും ഇതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അതിൽ വലിയ മിറർ കൂടി കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇതിൽ ലിവിങ് മെറ്റേരിയ തിരിച്ചിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ്. അതുപോലെ ടച്ച് സ്ക്രീനുള്ള മിററാണ് ബാത്റൂമിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. നല്ല മനോഹരമായ കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കബോർഡ് വർക്കുകൾ മുഴുവൻ തേക്കിൻ തടിയിലാണ്. നല്ല വലിയൊരു കിച്ചണാണ്. നല്ല ഭംഗിയൊരു ഫ്ലോറിങ് കൂടിയാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതും നല്ല ഭംഗിയിൽ നല്ല കാതലുള്ള തടി കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നവയാണ്. ഇവിടെ നമുക്ക് പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഒരു ഡബിൾ സിങ്കാണ് ഇവിടെ താഴെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കിച്ചൺ റാക്കുകളൊക്കെ ഇഷ്ടംപോലെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടോൾ യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാവുന്ന രീതിയിലൊരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്കൊരു നല്ലൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഭിത്തിയിലൊക്കെ നല്ല ടൈൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടി കൊണ്ടുള്ള ബീഡിങ്ങുകളെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള റാക്കുകൾ ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സെർവൻറ്റ് റൂം കൊടുത്തിട്ടുണ്ട്. സെർവൻറ്റ് റൂമും അതോടൊപ്പം തന്നെ ഒരു ബാത്റൂമും കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ കൂടി വന്നിരിക്കുന്നു. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗം ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ ഇവിടെ വന്നിരിക്കുന്നു. അടുത്ത 2 ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണിത്. എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളാണ്. ജോയിൻറ്റ് ഫ്രീ ടൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇൻറ്റീരിയറുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും മനോഹരമായിട്ട് തടിപ്പണികളെല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. പാലാ ടൗണിനടുത്തായി വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. എന്നാൽ ഹൈവേയുടെ തിരക്കുകളൊന്നുമില്ലാതെ ഹൈവേയിൽ നിന്നൊരു 400 മീറ്റർ മാറിയിരിക്കുന്ന മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് വീട് വന്നിരിക്കുന്നത്. ഒരു കാലത്തും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു പ്രദേശമാണിത്. ഒരു ലക്ഷറി വീട്, അത് നല്ല ക്വാളിറ്റിയിലുള്ള വീട് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കാം.
നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും AC-യുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CCTVക്കുള്ള വയറിങ്, സോളാർ കണക്ഷനുള്ള വയറിങ്ങുകളെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നു. ഇനി വീടിൻ്റെ പുറകുവശം കൂടി നമുക്കൊന്ന് കാണാം. ഈ ഒരു സൈഡിൽ കൂടി പ്രൈവറ്റ് റോഡ് കടന്നു പോകുന്നു. കിച്ചൻ്റെ വെളിയിലായിട്ട് നമുക്ക് 2 ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ കാണാനുള്ള സ്പേസ് കൂടിയുണ്ട്. ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വീടിൻ്റെ പണികളൊന്ന് പൂർത്തിയായതുള്ളൂ. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു കോർണറിലായിട്ട് അലക്കലും അതോടൊപ്പം ടാപ്പുമൊക്കെ നൽകിയിട്ടുണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. സെറാമിക് ഓടും പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റും മേഞ്ഞിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറുന്നില്ല. ഇതാണ് വീടിൻ്റെ പുറകുവശം. കോമ്പൗണ്ടെല്ലാം കെട്ടി തീർത്തിരിക്കുന്നതാണ്. പുറകുവശത്ത് ചരലാണ് പാകിയിരിക്കുന്നത്. 4 വശവും കോമ്പൗണ്ട് കെട്ടി ഗേറ്റൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈഡിലും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഭിത്തിയിൽ സൈഡിൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലും റോഡാണ് കടന്നു പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. സിറ്റ് ഔട്ട് ആണെങ്കിലും ഒരു എൽ ഷേപ്പിൽ ഈ ഒരു ഭാഗത്ത് വരുന്നു. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത്. പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറി പാലാ ടൗണിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടിരിക്കുന്നത്. നല്ല ഹൈ ക്ലാസ് വീടുകൾ മാത്രം നിലനിൽക്കുന്ന നല്ലൊരു ഏരിയ, രാജകീയ പ്രൗഢിയുള്ള മനോഹരമായ വീടാണിത്. 18.6 സെന്റാണ് സ്ഥലം. നിങ്ങൾ വീടിൻ്റെ അകത്തളങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് വളരെ മനോഹരമായിട്ടൊരു ക്ലാസിക് ലുക്കിലുള്ള മനോഹരമായ വീടാണിത്. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമുകൾ, അതുപോലെ വിശാലമായ 3 ഹാളുകൾ, കിച്ചൺ, വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന മനോഹരമായ വീട്. ഒരു 5-8 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. നല്ല വീതിയേറിയ PWD റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. അപ്പോൾ ചോദിക്കുന്ന വില 1,80,00,000 രൂപയാണ്. വില ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴ്ക്കണ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.